അടുത്ത മകലയുമായി ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വെസ്റ്റ് ഓതറാനുവിൻ്റെ ചർച്ച് ബോർഡിന്റെ പേരിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം പാർക്കുന്ന ഈ സമൂഹത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും ലഹരിക്കും മറ്റ് സാമൂഹ്യ വിപത്തുകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയുമായിട്ടാകുന്നു ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ശ്രദ്ധിക്കണമേ, ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ വക്താക്കളായിട്ടല്ല, മറിച്ച് സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടാകുന്നു ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആയതിലേക്കായി എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും ശ്രദ്ധയെ ഞങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മനുഷ്യർക്ക് സമാധാനമില്ല എന്നുള്ളൊരവസ്ഥയാണ്. എവിടെ നോക്കിയാലും ആരോടൊക്കെ സംസാരിച്ചാലും അവരൊക്കെയും പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സമാധാനമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മുൻ കാലഘട്ടങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആഹാരം കഴിക്കുവാൻ ഒന്നുമില്ലെങ്കിൽ പോലും മനുഷ്യർക്ക് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ കാലം മാറി, കാലഘട്ടം മാറി വന്നപ്പോൾ ആളുകൾക്ക് ഇന്നെല്ലാ സുഖ സൗകര്യങ്ങളും ഏറി. പക്ഷേ ഇന്ന് അവൻ പോലും അറിയാതെ അവനിൽ നിന്ന് അന്യമായിക്കൊണ്ടിരുന്ന ഒന്നാണ് സമാധാനം എന്നുള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണമേ, ഇങ്ങനെ സമാധാനമില്ലാത്തൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് മദ്യവും ലഹരിയും എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം, മദ്യവും ലഹരിയും കൊടിയ വിപത്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ സ്നേഹിതരെ, മദ്യം ഉപയോഗിക്കുന്ന ഒരു സ്നേഹിതനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മദ്യം ഒരിക്കലും ഒരു മനുഷ്യനെയും നല്ല മനുഷ്യനാക്കിയിട്ടില്ല. നാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മദ്യം ഉപയോഗിച്ച് ഞാനൊരു നല്ല മനുഷ്യനായി തീർന്നുവെന്ന് നാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എത്രയെത്രയോ നല്ല മനുഷ്യനെ സമൂഹത്തിൽ നീച മനുഷ്യനാക്കുവാൻ കഴിവുള്ളതും ശക്തിയുള്ളതുമായ ഒന്നാണ് മദ്യം എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. എന്തിനേറെ പറയുന്നു, ഇന്ന് മദ്യനിമിത്തം ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മദ്യനിമിത്തം സുഹൃത്ത് ബന്ധങ്ങൾ തകർന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മദ്യനിമിത്തം പ്രസ്ഥാനങ്ങൾ തകർന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഇന്ന് കുടുംബ കോടതികളിലെ കേസുകൾ വർദ്ധിക്കുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ പിൻപിലെ കാരണക്കാരൻ മദ്യമാണെന്ന് പറയാതിരിക്കുവാൻ വയ്യ. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവ് ആ കുടുംബത്തിൽ താങ്ങും തണലുമായിരിക്കേണ്ടുന്ന വ്യക്തിത്വമാണ്. പക്ഷേ മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു പിതാവ് ഒരു കുടുംബത്തിൽ സമാധാനം വിതയ്ക്കേണ്ടതിന് പകരം മദ്യം ഉപയോഗിച്ച് കടന്നു വരുമ്പോൾ ആ വീട്ടിലെ ഉള്ള സമാധാനം കൂടി നഷ്ടമാകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ, മദ്യനിമിത്തം അങ്ങനെ എത്രയെത്രയോ കുടുംബ ബന്ധങ്ങൾ, എത്രയെത്രയോ സുഹൃത്ത് ബന്ധങ്ങളാണ് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന് സുബോധം നഷ്ടമാകുന്ന ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്. മനുഷ്യന് സുബോധം ഉണ്ടായിരുന്നുവെങ്കിൽ 3 വയസ്സുകാരിയും 7 വയസ്സുകാരിയും 70 വയസ്സായ വയോധികയൊന്നും പീഡിപ്പിക്കപ്പെടുകയില്ലായിരുന്നു. എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മദ്യവും ലഹരിയും ഉപയോഗിച്ച് സുബോധമുള്ള മനുഷ്യന്റെ സുബോധം നഷ്ടമാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. എന്തിനേറെ പറയുന്നു, ലഹരിയുടെ ഉപയോഗവും ഇന്നൊട്ടും പിന്നോക്കമല്ല. 12 വയസ്സ് തുടങ്ങി 21 വയസ്സ് വരെ പ്രായമെത്തി നിൽക്കുന്ന നമ്മുടെ തലമുറകൾ ഇന്ന് പലരും ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന കാഴ്ചയല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുവരുന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങൾ, രാജ്യത്തിന്റെ സമ്പത്തുകൾ ആകേണ്ടുന്ന നമ്മുടെ യുവതലമുറകൾ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാറുണ്ടോ? പലരും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. ശ്രദ്ധിക്കണമേ, മുൻകാലങ്ങളിൽ കഞ്ചാവ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി വന്നപ്പോൾ MDMA, LSD പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് നമ്മുടെ തലമുറകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് പല മാതാപിതാക്കൾക്കും അത് അറിയില്ല. കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഇന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ നിന്ന് വളരെ ഭയത്തോടു കൂടിയാണ് ഇന്ന് ഭവനങ്ങളിൽ കഴിയുന്നത്. ശ്രദ്ധിക്കണമേ, വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെയൊക്കെയും അവരെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അയക്കും. പക്ഷേ അവർ ഏതെങ്കിലും ഒരു ലഹരി വിൽക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിക്ക് അവർ അടിമപ്പെട്ടു പോയിരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. സ്നേഹിതരെ, ജീവിതമാണ് ലഹരിയാക്കേണ്ടത്. ആ ജീവിതത്തിൽ ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങേണ്ടുന്ന ഒന്നല്ല ലഹരി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹം എടുത്ത് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ലഹരിയുടെ അമിതമായ ഉപയോഗം മുഖാന്തരം
നമ്മുടെ യുവതലമുറകൾ, നമ്മുടെ പിതാക്കന്മാർ ഇന്ന് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ വ്യക്തിത്വങ്ങളും ഇന്ന് സമൂഹത്തിൽ ദുരന്തപൂർണമാകുന്ന അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുവരുന്നത്. എന്തിനേറെ പറയുന്നു, ഒട്ടനവധി വാർത്തകൾ നാം കേൾക്കുന്നുണ്ട്. കേൾക്കുന്ന വാർത്തകളൊന്നും നമുക്ക് സുഖം തരുന്ന വാർത്തകളല്ല. നമുക്കറിയാം, ഈ അടുത്തിടെ കേട്ട വാർത്ത എങ്ങനെയായിരുന്നു? ജന്മം കൊടുത്ത സ്വന്തം പിതാവ് തന്നെ സ്വന്തം കുഞ്ഞിനെ അതിദാരുണമായി കൊല ചെയ്തുവെന്ന്. പോലീസുകാരുടെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അവർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ഒരു ക്രൂരകൃത്യം ചെയ്യുമ്പോൾ ഈ പിതാവ് മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന്. നമുക്കറിയാം, ഈ അടുത്തിടെ കേട്ട വാർത്ത എങ്ങനെയാണ്? ഒരു കുടുംബത്തിലെ 5 വ്യക്തിത്വങ്ങളെ ഒരു യുവാവ് നിരുപാധികം കൊന്നുകളഞ്ഞു. അടുത്തൊരു വാർത്ത എങ്ങനെയാണ്? ജന്മം കൊടുത്തതിന്റെ പേരിൽ സ്വന്തം മാതാവിനെ കൊല ചെയ്തു. തീർന്നില്ല കേട്ടോ. എത്രയെത്രയോ പീഡനത്തിന്റെ കഥയാണ് നാം കേൾക്കുന്നത്. എത്രയെത്രയോ കൊലപാതകങ്ങളുടെ സംഭവങ്ങളാണ് നാം കേൾക്കുന്നത്. എത്രയെത്രയോ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടനമാടുന്നത്. നമുക്കറിയാമല്ലോ, ഇങ്ങനെ നമ്മുടെ സമൂഹം കുറച്ച് നാളുകൾ കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയായിരിക്കും നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത്? അല്ല, ഇതായിരുന്നു നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപുള്ള നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടി, ജനത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി സധൈര്യം പോരാടിയിരുന്ന ജനനേതാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നില്ലേ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്? എന്തിനേറെ പറയുന്നു, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അപരനാമത്തിലല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളം അറിയപ്പെട്ടിരുന്നത്. തീർന്നില്ല, സാക്ഷരതയ്ക്ക് മുൻനിരയിലായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ആത്മഹത്യക്ക് മുന്നിലല്ലേ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇന്ന് പീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെയും മുൻനിരയിൽ നമ്മുടെ കേരളം എത്തി നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ നമ്മുടെ സമൂഹം പോയി കഴിഞ്ഞാൽ ഇതെവിടെയാണ് എത്തി നിൽക്കുക, അല്ലെങ്കിൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചില വ്യക്തികളെങ്കിലും ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ സ്നേഹിതരെ ശ്രദ്ധിക്കണമേ, ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ. മനുഷ്യരെല്ലാം നല്ല മനുഷ്യനാണ്. പക്ഷേ അവൻ പോലും അറിയാതെ അവനെ തിന്മയിലേക്ക് തള്ളിവിടുന്നതിന് പിൻപിൽ ഒരു കാരണക്കാരനുണ്ട്. ആ കാരണക്കാരൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് സമൂഹത്തിൽ ഒരു നന്മ നാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ശ്രദ്ധിക്കണമേ, ആരാണ് ഒരു മനുഷ്യനെ അവൻ പോലും അറിയാതെ അവനെ തിന്മയിലേക്ക് തള്ളിവിടുന്നത്? ബൈബിളിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഒരു മനുഷ്യനെ അവൻ പോലും അറിയാതെ തിന്മയിലേക്ക് തള്ളിവിടുന്നത് ആരെന്ന് ചോദിച്ചാൽ അവനിൽ വസിക്കുന്ന പാപമാണെന്ന് ഞങ്ങൾ പറയട്ടെ. പാപം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണമേ സ്നേഹിതരെ. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, പാപം എങ്ങനെയാണ് ലോകത്തിലേക്ക് വന്നത്? പറയാം. പാപം എങ്ങനെ ലോകത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ ദൈവം കൊടുത്ത കൽപ്പനയെ ലംഘിച്ചപ്പോൾ തൽഫലമായി പാപം ലോകത്തിലേക്ക് കടക്കുവാനിടയായി തീർന്നു. ആ പാപത്തിന്റെ പരിണിത ഫലമാണ് മരണം എന്ന് പറയുന്നത്. സ്നേഹിതരെ, ചില വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ പലപ്പോഴും നാം ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ എന്തേ അവൻ ഇങ്ങനെ ചെയ്തു എന്ന് മനുഷ്യരെല്ലാരും അവരെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ശ്രദ്ധിക്കണമേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനെല്ലാം നല്ല മനുഷ്യനാണ്. കാരണം ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. പക്ഷേ എന്തുകൊണ്ട് അവൻ ഈ ക്രൂരകൃത്യം ചെയ്യുന്നു? എന്തുകൊണ്ട് അവൻ ഈ പീഡനങ്ങൾ ചെയ്യുന്നു? എന്തുകൊണ്ട് അവൻ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവനിൽ വസിക്കുന്ന പാപമാണ് അവനെ കൊണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കുന്നത്. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നല്ല മനുഷ്യനാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പ്രവൃത്തി ഒന്നുകിൽ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും, അല്ലെങ്കിൽ ഇതെന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ചിലർ തന്നെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, ഒരു സദ്വർത്തമാനം നിങ്ങളോടായി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ പറ്റിയ ഒരു സന്ദേശമുണ്ട്. നിങ്ങളെ രക്ഷിപ്പാൻ തക്കതായ ഒരു മോചകൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു സദ്വർത്തമാനം ഇന്ന് പകൽക്കാലവും ഞങ്ങൾ ഈ ദേശനിവാസികളോടായി അറിയിക്കട്ടെ. ഏത് സന്ദേശത്തിനാണ് ഒരു മനുഷ്യനെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിപ്പാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയട്ടെ, ഒരു സന്ദേശത്തിന് അതിന് സാധിക്കും. ഏതാകുന്നു ആ സന്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, സുവിശേഷം എന്ന സന്ദേശത്തിന് ഒരു മനുഷ്യനെ പുതിയ മനുഷ്യൻ ആക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇതൊരു മതപ്രസംഗമല്ലേ,
ഇതൊരു മതപ്രഭാഷണമല്ലേ? ഇതൊരു മതത്തിനെതിരെയുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലുകളല്ലേ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. ഞങ്ങൾ പറയട്ടെ സ്നേഹിതരെ, ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം ഇതൊരു മതപ്രസംഗമല്ല, ഇതൊരു മതപ്രഭാഷണവുമല്ല, അല്ലെങ്കിൽ ഇതൊരു മതത്തിനെതിരെയുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലുകളൊന്നുമല്ല. സുവിശേഷം എന്ന് പറയുന്നത് പിന്നെ എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശമാണ് സുവിശേഷം എന്ന് ഞങ്ങൾ പറയട്ടെ. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ പഠിപ്പിച്ച ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശമാണ് സുവിശേഷം എന്ന് ഞങ്ങൾ പറയട്ടെ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി ദൈവത്താൽ ആസൂത്രിതമായ രക്ഷാ പദ്ധതിയുടെ ഒരു വിശദീകരണമാണ് സുവിശേഷം എന്ന് ഞങ്ങൾ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം ഒരിക്കലും ആരെയും ഒരു കൊലപാതകനാക്കിയിട്ടില്ല. ഈ സുവിശേഷം ഒരിക്കലും ആരെയും ഒരു നിഷ്ഠൂരനാക്കിയിട്ടില്ല. എത്രയെത്രയോ കൊലപാതകന്മാരെ, എത്രയെത്രയോ നിഷ്ഠൂരന്മാരെ, എത്രയെത്ര നരഭോജികളെ സ്നേഹവാന്മാരാക്കി മാറ്റിയ ചരിത്രം മാത്രമേ ഈ സുവിശേഷത്തിനുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം ദേശനിവാസികളെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനേറെ പറയുന്നു, അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിന്റെ പ്രഭാകിരണങ്ങൾ ഏതൊക്കെ ദേശങ്ങളിൽ വന്നു പതിച്ചിട്ടുണ്ടോ, ഏതൊക്കെ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ വന്നിട്ടുണ്ടോ, ആ ദേശവും ആ വ്യക്തികളുടെ ഹൃദയമൊക്കെയും വലിയൊരു ആശ്വാസത്തിനും വലിയൊരു സമാധാനത്തിനും കീഴടങ്ങിയതായി ഞങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ സ്നേഹിതരെ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ഇത്ര ആവേശത്തോടുകൂടെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഞങ്ങൾ പറയട്ടെ, ഈ സുവിശേഷം ആവേശത്തോടുകൂടി പറയുവാൻ എന്ത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത്. യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് രക്ഷകൻ എന്നാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സായാഹ്നത്തിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വഴിത്തിരിവിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കാം. ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശു ക്രിസ്തു കന്യകാ മറിയത്തിന്റെ ഉദരം കടം വാങ്ങിക്കൊണ്ട് ഈ താണലോകത്തിലേക്ക് സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചു വന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വർഷം വർഷം തോറും യേശു കർത്താവിന്റെ ജനനത്തെ ആഘോഷമാക്കുന്ന ജനസമൂഹമാണ് എന്നെ കേൾക്കുന്നത്. നിങ്ങളോടായി ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ ജനനത്തെ നിങ്ങൾ ആഘോഷമാക്കാറുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? യേശു കർത്താവിന്റെ ജനനത്തിന്റെ പ്രാധാന്യത എന്താണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. എന്താകുന്നു യേശു കർത്താവിന്റെ ജനനത്തിന്റെ പ്രാധാന്യത എന്നറിയണ്ടേ? യേശു കർത്താവ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് അവതരിച്ചു വന്നതിന്റെ പ്രാധാന്യത എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, മാനവജാതിയെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി ഈ താണലോകത്തിലേക്ക് സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചു വന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു കർത്താവിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, താനായിരുന്ന കാലഘട്ടത്തെ കുറിച്ച് നിങ്ങളോടായി അല്പം ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തലചായ്ക്കുവാൻ ഒരിടമുണ്ടായിരുന്നില്ല. മറ്റു സുഖ സൗകര്യങ്ങളൊന്നും തന്നെ യേശു കർത്താവിനുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും തന്റെ അടുക്കൽ വരുന്നവർക്ക് ആശ്വാസവും തന്റെ അടുക്കൽ വരുന്ന ഭൂതബാധിതർക്ക് സൗഖ്യവും കൊടുക്കുവാൻ യേശു കർത്താവ് ഒരിക്കലും മറന്നുപോയില്ല. ഒരിക്കൽ ആദാമി വംശത്തിന്റെ താങ്ങാനാവാത്ത പാപഭാരം ചുമക്കുന്ന മാനവജാതി നോക്കിക്കൊണ്ട് ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. സ്നേഹിതരെ, ഇവിടെ നിർത്തിയ ഒരു കാര്യം നിങ്ങളോടായി പറയട്ടെ. ജീവിതത്തിൽ പല സുഹൃത്തുക്കൾ നമുക്കുണ്ട്, പല ബന്ധുമിത്രാദികളുണ്ട്. പലരും നമ്മുടെ അടുക്കൽ വന്ന് പറയും, ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്നൊക്കെ പറയും. പക്ഷെ ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസവേളയിൽ, ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ ഒരിക്കലും കൂടെ കാണുമെന്ന് പറഞ്ഞ പലരും ഒരുപക്ഷെ കൂടെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ യേശു കർത്താവ് ഒരു പാടുവാക്ക് പറഞ്ഞു വിട്ടതല്ലായിരുന്നു കേട്ടോ. പിന്നെയോ തന്റെ അടുക്കൽ വരുന്നവരെ ചേർത്ത് പിടിക്കുവാനും, തന്റെ അടുക്കൽ വരുന്നവർക്ക് ആശ്വാസം കൊടുക്കുവാനും, തന്റെ അടുക്കൽ വരുന്നവർക്ക് സമാധാനം കൊടുക്കുവാനും യേശു കർത്താവ് ഒരിക്കലും മറന്നുപോയില്ല. യേശു കർത്താവായിരുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു മരണമായിരുന്നു ക്രൂശുമരണം എന്ന് പറയുന്നത്. പാപികളെ രക്ഷിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ വില കൊടുക്കണമായിരുന്നു. ആ വില കൊടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും നീചമായ ക്രൂശുമരണത്തെ കർത്താവായ യേശു ക്രിസ്തു അതീവ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, പാപം അറിയാത്തവനെ
നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി എന്ന്. സ്നേഹിതരെ, യേശു കർത്താവ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ പാപിയായ ഒരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ വില കൊടുക്കണമായിരുന്നു. ആ വില കൊടുത്ത വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു കർത്താവ് എങ്ങനെയാണ് വില കൊടുത്തെന്ന് ചോദിച്ചാൽ, കാൽവരി ക്രൂശമരണത്തെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് മാനവജാതിയെ അവൻ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് തിരഞ്ഞെടുത്ത ആ കാൽവരി ക്രൂശമരണത്തെ കുറിച്ച് അല്പമായി ഒന്ന് ഞങ്ങൾ പറയട്ടെ. അതിശൈത്യമുള്ളൊരു രാത്രിയിൽ 5 കോടതികൾ താൻ മാറി മാറി വിസ്തരിക്കപ്പെട്ടു. അന്നത്തെ റോമൻ ഗവൺമെന്റ് തന്നെ നോക്കിയൊരു വിധി എഴുതി, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഉണ്ടാകില്ല എന്ന്. ആ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ട് കർത്താവ് യേശു ക്രിസ്തു വിധേയനാക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാൽവറിയുടെ ക്രൂശിൽ കാണുവാൻ സാധിക്കുന്നത്. കണ്ടാൽ കോമള രൂപിയായിരുന്നു, കണ്ടാൽ ആളുകൾ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ന് പറയുന്നത്. പക്ഷേ മാനവജാതിക്ക് വേണ്ടി തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ചിത്രം എന്ന് പറയുന്നത്, യേശു കർത്താവ് കണ്ടാൽ ആളുകൾ മുഖമറയ്ക്കത്തക്കവണ്ണം അതിനിന്ദിതനായി കാൽവരിയുടെ ക്രൂശിൽ കിടക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ അന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹിതരെ, ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാകുമായിരിക്കാം, എന്തിനാണ് ഈ നല്ലവനായ യേശു കർത്താവ് ഇത്രയേറെ ഒരു ക്രൂരമായ ക്രൂശമരണത്തിന് വിധേയനായതെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. ഞങ്ങൾ പറയട്ടെ സ്നേഹിതരെ, വേദപുസ്തകത്തിലെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന സന്തോഷം ഓർത്തപ്പോൾ അവൻ ക്രൂശിനെ സഹിക്കുകയും അപമാനം അലക്ഷ്യമാക്കുകയും ചെയ്തുവെന്ന്. ആരായിരുന്നു യേശു കർത്താവിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന സന്തോഷം എന്നറിയണ്ടേ? ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമാണ്. നമ്മെ കുറിച്ച് ഓർത്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശ് മരണത്തെ അതീവ സന്തോഷത്തോടുകൂടി സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മരണത്തിന് വേണ്ടി തന്നെ താൻ വിധേയനാക്കി കൊടുത്തു. പക്ഷെ ശ്രദ്ധിക്കണമേ, മരണത്തിലൊന്നും തന്നെ യേശു കർത്താവിനെ ഒതുക്കി വെക്കുവാൻ സാധിച്ചില്ല. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയും ഇന്നും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്ന നല്ലവനായ ഒരു യേശു കർത്താവിനെ അത്രേ ദേശനിവാസികളെ നിങ്ങൾക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കണമേ, യേശു കർത്താവിന്റെ ജനനം സത്യമാണെങ്കിൽ, യേശു കർത്താവിന്റെ മരണം സത്യമാണെങ്കിൽ, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണെങ്കിൽ, യേശു കർത്താവ് പറഞ്ഞിട്ടാണ് പോയത്, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന്. ശ്രദ്ധിക്കണമേ സ്നേഹിതരെ, യേശു കർത്താവ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല കേട്ടോ. മടങ്ങി വരും. ആ മടങ്ങി വരവിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ വേണ്ടിയത്രേ ഈ സന്ദേശം നിങ്ങളോടായി ഞങ്ങൾ അറിയിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സമയം ഇനി അധികമില്ല കേട്ടോ. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കായി പാപപരിഹാര ബലിയായി മാറിയ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കൂ. ചില മനുഷ്യർ പറയുന്നത് ഇങ്ങനെയാണ്, മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു, മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് പറയുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഞങ്ങൾ പറയട്ടെ സ്നേഹിതരെ, മരണം എന്ന് പറയുന്നത് ഒന്നിന്റെയും ഒരു അവസാനമല്ല. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിന്റെയും ഒരു പരിഹാരവുമല്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നിങ്ങൾ എവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടേണ്ട സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. സ്നേഹിതരെ, ഈ ഭൂമിയിൽ നിങ്ങൾ ആയുസ്സോടെ ഇരിക്കുമ്പോൾ, ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കും പോകുന്നത്? എന്റെ ആത്മാവ് എവിടെയായിരിക്കും പോകുന്നതെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് നിത്യത എന്നൊരു പദം കൊണ്ടാണ്. സ്നേഹിതരെ, മരണത്തിനപ്പുറം ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം നിങ്ങൾ എവിടെയാണ് ചെലവഴിക്കുക? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോടായി പറയട്ടെ, ആശയറ്റ് അലയുന്ന ജീവിതം നയിക്കുന്നവരാണോ നിങ്ങൾ? ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് കരുതുന്ന വ്യക്തിത്വങ്ങളാണോ നിങ്ങൾ? നിങ്ങളോടായി ഞങ്ങൾ പറയട്ടെ, നിങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്ന, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിയുന്ന, അതിനേറെ നിങ്ങളുടെ പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇനി ഞങ്ങൾക്ക് ആയുസ്സുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ, ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഈ നല്ലവനായ യേശു കർത്താവിനെ സ്വീകരിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. ഞങ്ങൾ പറയട്ടെ സ്നേഹിതരെ, സമയം ഇനി അധികമില്ല കേട്ടോ. കാരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മരണമുണ്ടല്ലോ, ഏത് സമയത്തും വന്നു പതിക്കാം. രാവിലെ കാണുന്നവനെ ഉച്ചയ്ക്ക് കാണണമെന്ന് നിർബന്ധമില്ല.
ഉച്ചയ്ക്ക് കാണുന്നവരെ വൈകുന്നേരം കാണണമെന്ന് നിർബന്ധമില്ല. വൈകുന്നേരം കാണുന്നവരെ രാത്രി കാണണമെന്ന് നിർബന്ധമില്ല. മരണം എല്ലാ മനുഷ്യന്റെയും പിന്നാലെ തന്നെയുണ്ട്. മരണത്തിന്റെ കരാളഹസ്തങ്ങൾ നിങ്ങളെ പിടിക്കുന്നതിന് മുന്നേ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി മാറിയ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കൂ. ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഞാൻ യേശുവിനെ സ്വീകരിപ്പാൻ വേണ്ടി പണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ടോ? പുണ്യസ്ഥലങ്ങൾ തേടി പോകാൻ കഴിയേണ്ടതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. ഞാൻ പറയട്ടെ, ഒരു പുണ്യസ്ഥലങ്ങളും നിങ്ങൾ തേടി പോകണ്ട. നിങ്ങളുടെ പണം ഒന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു വാക്ക് ഇങ്ങനെ പറയുക: കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെയും അങ്ങയുടെ മക്കളാക്കി തീർക്കണമെന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെയും തന്റെ മക്കളാക്ക് തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാകുന്നു ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുന്നേ അവൻ കാൽവരി ക്രൂശ് മരണം സ്വതവേ ഏറ്റെടുത്തത്, പാപപരിഹാര ബലിയായി മാറിയത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരോടായി പറയട്ടെ, ആ നല്ലവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, അതെല്ലാ കാലത്തോടും കാലഘട്ടത്തോടും വിളിച്ചു പറയുന്ന ഒരു ആപ്തവാക്യം ഇങ്ങനെയുണ്ട്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലേ ഇല്ല. നിങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്ന, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, നിങ്ങളുടെ പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയുന്ന, നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആയതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർത്താവിന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഈ ദേശനിവാസികളൊക്കെയും സഹായിക്കട്ടെ എന്ന ആഹ്വാന വാക്കുകളുടെ ഞങ്ങളുടെ സന്ദേശത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.